ഇതിലെടുത്തു നിൽക്കുന്ന കലാകാരനാണ് ഉണ്ണിക്കുണം പോറ്റി എന്ന അന്താരാഷ്ട്ര ഫ്രോഡിന് എല്ലാ സംരക്ഷണവും ഒരുക്കിയിരുന്നത് എന്ന് കേൾക്കുന്നു. ഇങ്ങർക്ക് ഉണ്ണിക്കുണം പോറ്റിയെ ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ തന്ത്രിയായി ഇരിക്കുന്ന കാലം മുതൽ അറിയാം. അപ്പോൾ ഇങ്ങേരെ അറിയാതെയാണ് എല്ലാം നടന്നത് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. കൂടാതെ ഈ ഉണ്ണിക്കുണം പോറ്റിയെ മേൽശാന്തിയാക്കാൻ ഈ മഹാനുഭാവൻ നന്നായി ചരട് വലിച്ചിരുന്നു എന്നാണ് മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറയുന്നത്. ഇവരൊക്കെ ഇതിനകത്തിൽ പങ്കാളികളായിരിക്കും. തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല ശബരിമലയിൽ. അപ്പോൾ തന്ത്രിയുടെ മൗന സമ്മതത്തോടു കൂടി തന്നെയാണ് അവിടുന്ന് എല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നത്. പിന്നെ വലത്ത് നിൽക്കുന്ന കലാകാരൻ, ആർക്കാ ഈ കലാകാരനെ അറിയാത്തത്? കുപ്രസിദ്ധ വനിതാ ഗുണ്ട ശോഭ ജോണിൻ്റെ കാലിൽ വീണ് കരഞ്ഞ കലാകാരനാണ്. പിറന്ന വേഷത്തിൽ ഹണി ട്രാപ്പിൽ കുരുങ്ങി ഇഷ്ടംപോലെ കാശും അവർ വാങ്ങിച്ചിട്ടുണ്ടാവും. നോക്കൂ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശ്രീ അയ്യപ്പനെ ദിവസവും പൂജിക്കുന്ന കലാകാരൻ, മദ്യവും മദിരാക്ഷിയും ഒക്കെ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ വീക്ക്നെസ്സും. പിന്നെ പണവും സ്വർണവും. ശിവശിവ, എന്താ നാമേ കേൾക്കുന്നത് കാണുന്നത്?